നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഈ കാണിക്കുന്നത് കുഞ്ഞിയും വേറൊരു പൂച്ചയും കൂടെ അടിയുണ്ടാക്കി ചെടിച്ചട്ടി പൊട്ടിച്ച് കളഞ്ഞു. അത് റോഡിലോട്ടായിരിക്കും മിക്കവാറും വീഴുന്നത്. ഇപ്പോൾ പല പ്രാവശ്യമായി ഇങ്ങനെ കുറേ ചെടിച്ചട്ടികളൊക്കെ അവൾ പൊട്ടിക്കുന്നത്. അപ്പോൾ അത് ആദ്യം രാവിലെ തന്നെ അതിനകത്തു നിന്നുള്ള ചെടി എടുത്ത് മാറ്റി, പിന്നെ മണ്ണും അത് ചെടിച്ചട്ടി പൊട്ടിയതും എല്ലാം എടുത്ത് മാറ്റിക്കുകയായിരുന്നു. പിന്നെ അന്നേരമാണ് ഇവിടെ ഈ പുള്ളി ഇങ്ങനെ അതുവഴി റോഡിൽ കൂടെ വിളിച്ചുകൊണ്ട് പോയത് തീരാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വെട്ടുകത്തിയും പിന്നെ വരുന്ന ആ ചേട്ടൻ്റെ കത്തിയും ഒക്കെ ഒന്ന് രാഗി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് തന്നെ പോയി കുറച്ച് വളങ്ങൾ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എല്ലുപൊടിയും പിന്നെ കൊക്കോപിറ്റ്, ചാണകപ്പൊടി, പെർലൈറ്റ്, പിന്നെന്തായിരുന്നു, പിന്നെ കമ്പോസ്റ്റും കൂടെ കേട്ടോ. അപ്പം അത്രയും കൂടെ മേടിച്ചിട്ട് വന്നു. അപ്പം ബാക്കി കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു. ചെടിച്ചട്ടി കുറച്ചും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെടി, അതായത് സ്പൈഡർ പ്ലാന്റ് എടുത്തിട്ട് നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊക്കോപിറ്റ് ഞാൻ ആ പാത്രത്തിനകത്തോട്ടിട്ട് ഒന്ന് നനയ്ക്കാം, എന്നിട്ട് അതിനകത്തൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിനകത്തോട്ട് പൊട്ടിച്ചിടുകയാണ്. ഇതിനകത്തപ്പം നോക്കിയപ്പം ഫുള്ള് കിടക്കില്ല. അപ്പം വെള്ളവും കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് കവിഞ്ഞു പോരും. അപ്പോൾ അത് കാരണം പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം അതിൽ വെച്ച് നോക്കി, അപ്പം പറ്റുന്നില്ല. അപ്പം പിന്നെ അടുത്ത ബേസിനിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് നനച്ച് കുറേ നേരം വെള്ളത്തിലൊന്ന് വെച്ചിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് പയ്യെ കഴുകി ഒരെണ്ണത്തിനകത്തുനിന്ന് കഴുകി വേറൊരെണ്ണത്തിലേക്ക് മാറ്റിയെടുത്ത്. അപ്പോൾ അത് കുതിരുന്ന സമയം കൊണ്ട് അപ്പുറത്ത് കുറേ പുല്ല് ഇടയ്ക്കെല്ലാം കള കയറി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പുള്ളി വലിച്ച് എടുക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പുല്ലുകളുണ്ട്. അപ്പോൾ അത് പറിച്ച് കളയലേന്ന് ഞാൻ പറയുകയാണ്. കാരണം അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മരുന്ന് പോകും. ഒന്നത് നമ്മൾ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പം വേറെ എങ്ങനെ ഞാൻ അവൾക്ക് ആവശ്യമുള്ള പുല്ലൊന്നും വെച്ചേക്കുകയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നത് അവിടെ നിന്നോട്ടേ എന്ന് ഞാൻ ചെന്ന് പറയുമായിരുന്നു. അപ്പം അതൊന്നും പുള്ളിക്ക് അറിയില്ലല്ലോ. എപ്പോഴും ഞാൻ പറയും, പക്ഷേ പുള്ളി ഓർക്കാതെ അതെല്ലാം വലിച്ച് കളയും. അപ്പോൾ ഇത് കൊക്കോപിറ്റെല്ലാം നനഞ്ഞ് കിട്ടി. അപ്പോൾ എല്ലാം വേണ്ടി വരത്തില്ല, കുറച്ച് മതി. എന്നാലും അതിൽ നിന്ന് ബാക്കിയുള്ളതും ഒന്ന് കുതിർത്ത് ഒരു വലിയ ബേസിനിലോട്ടാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മീഷോയിൽ നിന്നൊരു കൊറിയർ വന്നത്. ഞാൻ കുഷ്യൻ കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്ന ഉടനെ ഞാൻ എടുത്ത് നോക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ അന്നേരം തന്നെ റിട്ടേൺ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറന്നു പോകും. അത് കാരണം ഞാൻ മിക്കവാറും വന്ന ഉടനെ തന്നെ അത് നോക്കിയിട്ട് എടുത്ത് ബാക്കി വെക്കുള്ളൂ. ഇത് പിന്നെ ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മണ്ണും എല്ലാം കൂടി എടുത്തിട്ട് വന്നു. അപ്പം കുറച്ചും കൂടി മണ്ണ് അപ്പുറത്തിരിപ്പുണ്ട്. അത് കുറേ ചെടിച്ചട്ടി തന്നെ ഉറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്യണം. ചാണകപ്പൊടിയും പെർലൈറ്റ്, എല്ലുപൊടി എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് കൊക്കോപിറ്റ് അപ്പോഴത്തേക്ക് അത് കഴുകി എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി എടുത്തിട്ടു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ഏറ്റവും താഴെ എപ്പോഴും തെർമോക്കോളാണ് വെക്കുന്നത്. അപ്പോൾ അത് എല്ലാ ചട്ടിയിലേക്കും കുറേശ്ശെയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് വാരിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനോട്ടം വരുമ്പം കുറച്ചും കൂടി ചാണകപ്പൊടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും മണ്ണിനും കൂടെ തികയത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചെടിയാണ് രാവിലെ കുഞ്ഞി പൊട്ടിച്ച് താഴെയിട്ട് ആ ചെടിച്ചട്ടിക്കകത്തുനിന്ന് കിട്ടിയത്. അപ്പം ഞാൻ അതിനെ ഒരു കുപ്പിക്കകത്തോട്ട് തൽക്കാലത്തേക്ക് ഇറക്കി വെക്കുകയാണ്.
അത് ഞാൻ നട്ടില്ല. അതിന് വേറൊരു പോട്ടും കൂടെ, കാരണം ആ മതിലേ ഇരിക്കുന്ന ഏകദേശം അതുപോലത്തെ തന്നെ ഒരു പോട്ട് കിട്ടണമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതൊന്നും അതുമായിട്ട് ഉള്ളതല്ല, വേറെ ടൈപ്പിൽ ദാണ്ട് ഇങ്ങനത്തെയൊക്കെയാണ് ഇരിക്കുന്നത്. കുറേ പഴയ ചട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ അതിൻ്റെ സെയിം ടൈപ്പ് കിട്ടിയിട്ട് വേണം വെക്കാൻ. പിന്നെ അതുമല്ല, മതിലിൻ്റെ മേലോട്ട് വെക്കുമ്പോൾ പെയിൻറ്റ് ചെയ്യാതെ വെക്കാനും പറ്റുകയില്ല. ഇത് പക്ഷേ ഇത് മതിലിലേക്ക് വെക്കാൻ തന്നെയാണ്. അപ്പം ഞാൻ താമസിയാതെ പെയിൻറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഈ മഴ കാരണം ഞാൻ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിനോട്ടം വന്നപ്പോഴത്തേക്കും ഗ്രോ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കിനി കുറച്ച് പച്ചക്കറിയും കൂടെയൊക്കെ ഒന്ന് വെക്കണമെന്ന് വലിയ ആഗ്രഹം. മുളകും തക്കാളി അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും, കാരണം ഇവിടെ എത്ര വെച്ചാലും എലിയുടെ ശല്യം ഭയങ്കരമാണ്. നമ്മൾ വെച്ചിട്ട് പോവും, എന്നാലും കുറച്ച് ദിവസമേ നിൽക്കുകയുള്ളൂ. എന്നാൽ എനിക്ക് നന്നായിട്ടറിയാം, എന്നാലും ചെയ്യാനുള്ളൊരാഗ്രഹം. അല്ലെങ്കിൽ ഞാൻ മേളിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഈ സ്പൈഡർ പ്ലാന്റാണ് ഞാൻ മാറ്റുന്നത്. അത് കണ്ടമാനമായിപ്പോയി കേട്ടോ. ഭയങ്കരമായിട്ട് പൊട്ടിക്കിളിച്ചിട്ട് അവിടെ നമുക്കൊരു പേടിയുണ്ട് അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ, അവിടെ തൂക്കുമ്പോഴുമൊക്കെ. അപ്പോൾ അത് ഞാൻ മിക്കവാറും ഇത്രയൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ എടുത്ത് മാറ്റിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ മറ്റേ നഴ്സറിയിലോട്ട് കൊടുത്തു വിടുമായിരുന്നു. ഇപ്പോൾ അവിടെയും വേണ്ട, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം എടുത്തിട്ട് ഇതാണ് ഞാൻ ആ പോട്ടിലോട്ട് ഇനി നടാൻ പോകുന്നത്. ഇത് നട്ടിട്ട് ഞാൻ ആ മതിലിൻ്റെ മണ്ടക്കോട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒരുപാടായിപ്പോയി കേട്ടോ, ഒരുപാടായിപ്പോയി. പിന്നെ കുഞ്ഞ് ഇപ്പോഴാണ് രംഗത്തേക്ക് വന്നത്, കാരണം ഉറക്കമായിരുന്നു. എവിടെയോ പോയി അടിയൊക്കെ ഉണ്ടാക്കി, കഴുത്തേലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെയോ കൊണ്ട് കളഞ്ഞേച്ച് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം പുതിയ ബെൽറ്റൊക്കെ ഇന്നലെയാണ് ഞാൻ മേടിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയും ഒത്തിരി സ്പൈഡർ പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിറച്ചവിടെ വേറെ സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഞാനിനി വെക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ പോട്ടെല്ലാം പൊട്ടിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയുടെ ആ ഒരു സമയത്ത് അതിഭയങ്കര കാറ്റത്തൊക്കെ അതെല്ലാം അതിൻ്റെ മണ്ടയ്ക്ക് താഴെ വീണ് പൊട്ടിപ്പോയതാണ്. ഇനിയിപ്പോൾ ഈ ചെടിച്ചട്ടി മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കാൻ പോവുകയാണ്. ഇനി അറിയില്ല അത് എത്ര നാൾ അവിടെ നിൽക്കും. ആരും ഇല്ലെങ്കിലും സാരമില്ല, കുഞ്ഞ് തന്നെ അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് കൈ തരും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് എല്ലാം കൊണ്ടു. പിന്നെ ഒരുപാട് ബാക്കിയുണ്ട് ഇതിൻ്റെ പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് ഇനി ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. ഞാനതെല്ലാം അവിടെ തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി പയ്യെ സമാധാനത്തോടെ ഇരുന്ന് ഇനി ഒന്ന് നട്ട് വെക്കണം. അത് ഞാൻ തന്നെ ചെയ്യണം അവിടെ ഇരുന്നുകൊണ്ട്. ഇപ്പം ഞാൻ പുള്ളിയെ പിന്നെ ഒന്നും കൂടി വിളിച്ചപ്പോഴത്തേക്കും പനിയായിട്ടിരിക്കുകയാണ്. അപ്പം ഉടനെ ഇനി വരുത്തില്ല. അപ്പോൾ ഇതാണ് അവിടുന്ന് മതിലിൻ്റെ മണ്ടയ്ക്കൊന്ന് താഴോട്ട് ഇറക്കിയത്. ഇനിയിപ്പോൾ തിരിച്ച് ഇനി കുറച്ചും കൂടി നട്ട് ബാക്കിയും അത്യാവശ്യം അവിടെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ചെറിയ ചട്ടിയിലും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ അത്രയും നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞിക്ക് കയറാനൊരു ഗ്യാപ്പ് കൊടുക്കാത്ത പോലെയൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നാലും അവൾ ഏതെങ്കിലും വഴി കൂടെ അതിൻ്റെ മണ്ടയെല്ലാം ഇപ്പം തൽക്കാലത്തേക്ക് തന്നെ ഒടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ കൂടെ ചാടി. അതുകൊണ്ട് വലിയ പാടാണ്. പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകുന്ന ഒരു ചെടി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള ഇച്ചിരി ചെടിയും കൂടെയൊക്കെ നടാനുണ്ടായിരുന്നതും പിന്നെ ഇച്ചിരി കൂടെയൊക്കെ മണ്ണ്, അപ്പോൾ ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിലെല്ലാം കുറേശ്ശെ മണ്ണും കൂടെയൊക്കെ ഇട്ട് കൊടുത്തു. അതും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒന്ന് വളം ചെയ്തിട്ട് അതും കൂടി മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം കൂടെ ആയിട്ട് ഹാങ് ചെയ്ത് ഇടണം. അപ്പോൾ കുറച്ച് ഇതിനകത്തുനിന്നൊക്കെ പൊട്ടിച്ച് വേറെ ഇടണം. പിന്നെ ഈ ഭാഗത്തുണ്ടായിരുന്ന ചെടിയെല്ലാം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം മാറ്റിയിട്ട് വേറെ പുതിയത് ഞാൻ മേളിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, മേളത്തെ നിലയിലൊരു സൈഡിലായിട്ട്, അതെല്ലാം കൂടി കൊണ്ടുവന്ന് അവിടെയും വെച്ചു. പിന്നെ ആ സ്പൈഡർ പ്ലാന്റ് മാറ്റിയ സ്ഥലത്തേക്ക് ഞാൻ നന്നായിട്ട് ഈ എന്താ പറയുന്നത് കട്ടയൊക്കെ വെച്ചിട്ട് പൊക്കി അവിടെ ഇങ്ങനെ ചെടിച്ചട്ടി നിരത്തി വെച്ചു. അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നതിനെ എല്ലാത്തിനെയും കൂടെ കുറേ എണ്ണത്തിനെ എടുത്ത് അവിടെ നിരത്തി വെച്ചിട്ട് റോസയെല്ലാം എടുത്ത് അങ്ങോട്ടും വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തൂത്തു. ഈ സമയപ്പോഴത്തേക്കും മറ്റേ പുള്ളി പോയി, 5 മണിയാകുമ്പോഴത്തേക്ക് പോകും ജോലി കഴിഞ്ഞിട്ട്. കുറച്ച് ഇച്ചിരി ദൂരത്തു നിന്നാണ് വരുന്നത്. അങ്ങനെ അവിടെ എല്ലാം തൂത്തതിന് ശേഷം ഞാൻ പിന്നെ ചെടിക്ക് അത്യാവശ്യം വെള്ളം അന്നൊരു വെയിലുള്ള സമയമായിരുന്നു, മഴയുള്ള സമയമല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. അവിടെയെല്ലാം തൂത്ത് വെള്ളം ഒഴിച്ചെല്ലാം കഴുകി. കാരണം പൊടിയായതുകൊണ്ട് അല്ലെങ്കിൽ അകത്തേക്കെല്ലാം പൊടി കയറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയെല്ലാം വെള്ളം ഒഴിച്ച് തന്നെ കഴുകി കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും ഭാഗം ഞാനൊന്ന് നോക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഈ ഒരു സൈഡും കൂടെ ഇനി വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഈ സൈഡ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എപ്പോഴും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടേ തീരുന്നില്ല. ഇത് പിന്നെ എൻ്റെ റോസാണ്, അന്ന് കൊണ്ടുവന്ന റോസിനകത്തൊക്കെ പൂ വന്ന കേട്ടോ. ഇപ്പം ഇത് നേരത്തെ പൂ വന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം അത് ഈ പൂവൊക്കെ വന്ന് മാറി.
1 2 എണ്ണത്തിലേ ഉള്ളൂ ഇപ്പോൾ പൂവ്. ഇനിയിപ്പം വീണ്ടും ഒന്നുകൂടി വളം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അതിനൊക്കെ. ഇപ്പോൾ ഞാൻ ഈ സ്ഥലം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്കിത് മാറ്റണമെന്ന് തോന്നും, അപ്പോൾ ഞാൻ പിന്നെയും മാറ്റും. പിന്നെ ഇതാണ് എലി ഞാൻ കുഴിച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയാണ് എല്ലാ ചെടികളും നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.